ഇഷ്ടായില്ലേ മിക്കി? കൊള്ളൂലേ? എന്തിന്റെ? കണ്ടന്റ് ബ്ലൂബെറി അല്ല, മൽബറി. ഞാട്ടെന്തറിയോ ബ്ലോ എടുക്കുന്നതിന് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഡേ 1 തൊട്ട് ഡേ 20 വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് ചെറിയ ക്ലിപ്പായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഈ പറയുന്നതെന്നല്ലേ? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂട്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇതെവിടെയാണെന്ന്. വേറെ ഒന്നുള്ളത് എൻ്റെ വീടാണ്. അപ്പോൾ വീടിനോട് ചേർന്നുള്ള മുറ്റമാണെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാം. റോഡിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലെ മുന്നിലുള്ള റോഡ്. ഇൻ്റർലോക്ക് ഇട്ടേക്കുവാണ്. റോഡിൽ ഇൻ്റർലോക്കുള്ള റോഡാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ചെല്ലുമ്പോൾ ഈ ഒരു ഗേറ്റ് കടന്ന് ചെല്ലുന്നതാണ് എൻ്റെ വീട്. അപ്പോഴും വിചാരിക്കും ഇതൊരു ഹോം ടൂറാണോ? ഹോം ടൂറൊന്നും അല്ല. അപ്പോൾ നേരെ കയറുമ്പോഴത്തേക്ക് താണ്ടേ നമ്മുടെ സുരേഷ് അന്നേരം അതുവഴി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താണ്ടെ മുറ്റം താണ്ട് ഇതേപോലെ കിടക്കുകയാണ്. ഇതുപോലൊരു ആൽമരം അല്ലല്ലോ, എന്തായിരുന്നു, ബദാമിൻ്റെ മരമുണ്ട്. സൈഡിലാണ് നമ്മുടെ ലാസ്റ്റിൻ്റെയും പിള്ളയുടെയൊക്കെ കൂട്. അവരെയൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കൂട് വരുന്നതാണ് ആ ഒരു സൈഡിൽ. പിന്നെ അതിന് ശേഷം താണ്ടെ അതിനോട് ചേർന്നിട്ട് ഒരു കൂടുണ്ട് കേട്ടോ. നമുക്ക് മുമ്പ് മുയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള കൂടാണത്. പിന്നെ കുറേ അമ്മയുടേതായിട്ടുള്ള കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലുക്ക് ഫുൾ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അമ്മയുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ തൊഴാൻ പോയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ നിന്ന് 2-3 ചെടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അതേ ഗൈസ്, ഇവിടെ മൊത്തം നമ്മൾ പണിഞ്ഞ് വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മൊത്തം ഞാൻ ആദ്യമേ ഒന്ന് കാണിച്ചതാണ്. ഇവിടെയൊക്കെ ഒന്ന് പുല്ല് കിളിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ എത്രയൊക്കെ അവിടെ തൂത്ത് വൃത്തിയാക്കിയാലും പുല്ല് പിടിക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമ്മൾ ഇപ്രാവശ്യം ഇവിടെ ഇൻ്റർലോക്ക് ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മുമ്പ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു നമ്മൾ ദാണ്ട് ഈ ഒരു പറമ്പിൽ ഗേറ്റൊക്കെ കെട്ടി ഇവിടെ മൊത്തം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊരു 2021 കേട്ടോ. അന്നത്തെ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോസൊക്കെ തുടക്കത്തിൽ ഞാൻ അതൊക്കെയായിരുന്നു വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ ഒരു ഏരിയ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇപ്പം ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ പണികൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് കാർ പോർച്ചാണ്. കാർ പോർച്ച് താണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നത്. അപ്പോൾ അത് ഫുള്ളിന് സെറ്റാക്കണം. ആദ്യം തന്നെ പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കി നമ്മൾ നേരത്തെ കാണിച്ച ഭാഗം കേട്ടോ. പുല്ല് നിന്ന ഭാഗത്താണ് ഇപ്പോൾ പണികളൊക്കെ നടക്കുന്നതും. അപ്പോൾ അത് ഡേ 1, ഡേ 2, ഡേ 3 ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഡേയും കുറേശ്ശെയാണ് എടുത്തേക്കുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് മഴയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയത്തായിരുന്നു പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഭാഗ്യത്തിന് അത്രയും ദിവസം മഴ ചതിച്ചില്ല കേട്ടോ. വെയിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന മെഷീൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുല്ലെല്ലാം വൃത്തിയായി കഴിഞ്ഞതിന് ശേഷം മണ്ണ് ഉറപ്പിക്കുന്നതാണ്. അതായത് ഇൻ്റർലോക്ക് ഇടാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നിരപ്പാക്കുന്ന മെഷീനാണ് ആ കാണുന്നത്. ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ അവിടെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. അതിന് ശേഷം ഇനി ചെയ്യേണ്ട പരിപാടികൾ എന്ന് വെച്ചാൽ ഇൻ്റർലോക്കിനുള്ള പരിപാടികളാണ് കേട്ടോ. അങ്ങനെ വീടും പറമ്പൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചതാണ് വീട്ടിലെ മൾബറി മരം വല്ലാണ്ട് അങ്ങ് വളർന്ന് പന്തലിച്ച് മുകളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതായത് മരമൊക്കെ ചില്ലയൊക്കെ ഇങ്ങനെ വെട്ടിക്കളയത്തില്ല, അല്ലെങ്കിൽ മരം കോതുക എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ പരിപാടിയിലാണ് ആരോമൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി. ഞാനിപ്പോൾ ഇതെന്താണ് ഇത് വോയിസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അന്നേരം അവിടെ ഓരോ മെഷീൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട് ഞാൻ പറയുന്നതോ ഞങ്ങൾ പറയുന്നതോ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് കൊടുത്തെടുക്കുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ആ ചില്ല മുറുക്കി ഈ ചില്ല മുറിക്കുന്നൊക്കെ. ഇതെല്ലാം അമ്മ തന്നെ നട്ടുപിടിപ്പിച്ചതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് മുകളിലേക്ക് കയറി പോകണമെന്നുണ്ട് തന്നെ തൊട്ട് താഴെ നിൽക്കുന്ന ചെടികൾക്കൊന്നും അങ്ങോട്ട് വളർന്നു വരാൻ പറ്റുന്നില്ല. കാരണം ചോല പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതായത് ചെറിയ ചെടികളൊക്കെ ഉള്ളു. അമ്മയുടെ കൃഷി ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ചെടികൾക്കൊന്നും മുകളിലേക്ക് വരാൻ പറ്റുന്നില്ല. അതിന് കാരണക്കാരൻ ഇവനാണെന്ന് മനസ്സിലാക്കിയതുകൂടി ഞങ്ങൾ അവനെ വെട്ടാനുള്ള പ്ലാനാണ്. വെട്ടാന്ന് വെച്ചാൽ ഫുൾ കട്ട് ചെയ്ത് കളയുമല്ല, ചെറുതായിട്ട് ചില്ലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ ഒരാൾ താണ്ടെ ഞങ്ങളെ കൂടെ പണികളെല്ലാം കണ്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മിക്കിക്കുട്ടി. ആമ്പിയും ഉണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് അവിടെ അപ്പുറത്ത് പണിയും നടക്കുന്നുണ്ട്.
പാൻറ് ചെറുപ്പ ടൈറ്റ് പാൻറ് അത് വലിച്ചെടുമ്മ. ഇതിലൊരു കറുത്തത്രേ. നോക്കട്ടെ മിക്കി, വാ നോക്കട്ടെ. ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലേ മിക്കി? കൊള്ളൂലേ? എന്തിന്റെ? അങ്ങനെ ഫൈനലി അത് ഫുൾ വെട്ടി കളഞ്ഞിട്ടുണ്ട്. അതായത് മരം മൊത്തത്തിൽ മുറിച്ചെന്നല്ല, കുറേയൊക്കെ കമ്പൊക്കെ കോതി കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കണ്ട് നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് അടുത്തടുത്ത ദിവസങ്ങളിലെ കാഴ്ചയായിട്ടോ ഞാൻ കാണിച്ചിരുന്നത്. നമ്മൾ നേരത്തെ നിന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ഫുൾ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇൻ്റർലോക്ക് ഇട്ട് സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പെയിൻ്റൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ ആമ്പിയും മിക്കും കൂടി വന്നിട്ട് നമ്മുടെ ബില്ലയുടെയും ലാസിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ വീട്ടിലെ പണിയൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞാനൊരു ഓവറോൾ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ഭാഗത്ത് നമ്മളിപ്പോൾ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. തുടക്കത്തിൽ കാണിച്ച ആ ഒരു മുറ്റമല്ലല്ലേ നിങ്ങളിപ്പോൾ കാണുന്നത്. ഫുൾ അവിടുത്തെ പുല്ലെല്ലാം ചെത്തി മാറ്റി നമ്മൾ ഇൻ്റർലോക്കൊക്കെ ഇവിടം വരെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം അവിടെ സിമെൻറ്റ് ഇട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ദിവസത്തെയും പണികളാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അവിടെ കാണുന്നതെന്ന് വെച്ചാൽ ആ മെഷീൻ വെച്ചിട്ട് ഇൻ്റർലോക്ക് ഫുൾ പ്രസ് ചെയ്ത് വെക്കുകയാണ്. അതായത് എനിക്കൊന്ന് ഉറപ്പിക്കത്തില്ലേ, അങ്ങനെ ഉറപ്പിച്ച് വെക്കുകയാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഏകദേശം ആ സൈഡിൽ ഇൻ്റർലോക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനകത്ത് മൊത്തം പെയിൻറ്റ് അടിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ആ സമയം ഞാൻ ക്ലാസ്സിന് പോയതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ ആൾ ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാനുണ്ടായാൽ മാത്രമേ ആ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നുമല്ല, നമ്മൾ ഇൻ്റർലോക്ക് ഇടുന്നതിന് മുന്നായിട്ട് നമ്മൾ നേരെ മണ്ണ് ഉറപ്പിച്ച് കാണിച്ചില്ലായിരുന്നോ? ആ മണ്ണ് ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ കുറേ ഇതുപോലെ തുണികൾ ഇങ്ങനെ വിരിക്കും കേട്ടോ. അതായത് പുല്ല് കിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ഇതുപോലെ തുണിയൊക്കെ വിരിച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ പല കളേഴ്സ് ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ അടിയിൽ ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു ടൈം ലാപ്സ് പോലെ വീഡിയോ എടുക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഫുൾ ടൈം ഇതിൻ്റെ ഒരു പിറക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റാഞ്ഞത്. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ എടുക്കണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. എന്തായാലും അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്യലായിരുന്നു. ഇവിടുത്തെ ഇൻ്റർലോക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയും മുറ്റത്ത് ഇത് പെയിൻറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ചെറിയ ഗേറ്റുള്ള ഭാഗത്ത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കൊന്നും മനസ്സിലാവത്തില്ല. ഹോം ടൂർ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. അങ്ങനെ പെയിൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ചെറിയൊരു സ്പോഞ്ചിൽ ഇതുപോലെ പെയിൻറ്റ് മുക്കിയിട്ടാണ് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടി കേട്ടോ. അവർ ആ ഒരു ചെറിയ ഒരു സ്പോഞ്ചിൽ പെയിൻറ്റ് മുക്കിയിട്ടാണ് ഈ ഒരു ഫ്ലോർ ഫുൾ ഇതുപോലെ ക്ലീൻ ചെയ്തതല്ല പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർലോക്ക് നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഗ്രേ കളറിൽ ഇൻ്റർലോക്ക് അല്ലേ, അത് ഫുള്ള് തന്നെ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫുൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫൈനൽ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ 3 ദിവസമായിട്ട് എൻ്റെ പുറക്കായിരുന്നു. മഴയൊന്ന് തോരട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മഴ അതിനൊട്ട് സമ്മതിക്കുന്നുമില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് ഉള്ളതുപോലെ അങ്ങ് എടുക്കാമെന്നു. ആ ഭാഗത്തൊക്കെ മരം നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. മഴ ഒന്ന് തോർന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ വീഡിയോസൊക്കെ പോയി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊല്ലത്തുള്ളവർക്കൊക്കെ മഴയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫുള്ള് മഴ പെയ്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും മഴയൊന്ന് തോന്നു മാറി നിൽക്കുന്നത് തന്നെ. ഇപ്പോൾ ഫുള്ള് പെയിൻ്റ് അടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉള്ളൂ. അത് ഒരു സൈഡിലും കൂടി പെയിൻ്റ് അടിക്കണം. അതുകൂടി കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിയും കേട്ടോ. ഇതാണ് നമ്മുടെ ഫുൾ ഇൻ്റർലോക്ക് ഇട്ട നമ്മുടെ മുറ്റം. ഫുൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് മഴ കഴിഞ്ഞിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ടാണ് ഇരുന്നത്. കാരണം മഴയായിട്ട് കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. കുറച്ച് ഇൻ്റർലോക്കൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ഉള്ള വീഡിയോസൊക്കെ എടുക്കുന്നത്. കാരണം ഇപ്പം മഴ ഇത് ഫുള്ള് കൊളായിട്ട് കിടക്കുവാണ്. ഞാനിപ്പം കാണിച്ച വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗം മൊത്തം ആദ്യം ഞാൻ കാണിച്ചു ആ പുല്ലൊക്കെ കയറിയ ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ പറയാം, നമുക്ക് ഹോം ടൂർ കാണിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറയട്ടെ. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അത് ഹോം ടൂറിൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു മന്ദേനെ ഹോം ടൂർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് തോന്നുന്നൊരു 10-20 ദിവസമായിട്ട് പണി നടക്കുവാണ്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർലോക്ക് ഇട്ട മുറ്റം. ഫുൾ ഇൻ്റർലോക്ക് ഇട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അത് മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം, മഴ മാറിയതിന് ശേഷം മാത്രം. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ജോലികൾ ഇങ്ങനെ പെൻഡിങ് ഇട്ടേക്കുവാണ് കേട്ടോ.
അപ്പോൾ ഇത്രയാണ്, ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഈ ഒരു വീഡിയോ ഞാനൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുക്കാനായിട്ട് കുറേ ദിവസം അല്ലേ, ഒരു 10-20 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അന്ന് തൊട്ടേ ഞാനിതിങ്ങനെ എടുത്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ല വീഡിയോസായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിനകത്തേക്ക് കയറണം. ചെറുതായിട്ട് പനിയുണ്ട്. ഇന്നലെ പനിയായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞ്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഓക്കെ, നെക്സ്റ്റ് അടിപൊളി വീഡിയോസായിട്ട് കാണുമായിരിക്കും. ബൈ.